ഇതെന്തോന്നിത്? രാവിലെ തൊട്ട് തുടങ്ങിയതല്ലേ? തിരിച്ചു മറിച്ചിട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിലെ ന്യൂസ് മാറുമോ? വേറെ പണിയൊന്നുമില്ലേ വീടിന്? രാവിലെ പേപ്പർ എടുത്ത് വെച്ച് ഇങ്ങനെ കുത്തിയിരുന്ന് വായിച്ചോളൂ. എന്ത് പണി? എന്ത് പറ്റി വലിയ ഗൗരവത്തില്? എന്തേ പേടിച്ചോയാ? പേടിച്ചൊന്നുമില്ല. സത്യം പറ, ചെറുതായിട്ട് പേടിച്ചില്ലേ? അങ്ങനെ ചോദിച്ചാ പേടിച്ചല്ലേ? എന്നാ പേടിക്കണ്ട, ഇതൊക്കെ എന്റെ ചെറിയ നമ്പർ അല്ലേ. നമ്മളെ നല്ല രീതിയിൽ നമ്മുടെ സഭ്യമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു വിലയില്ല. ചില ആൾക്കാരോട് ഇതേപോലെ വയലന്റ് ആയിട്ട് ദേഷ്യത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കും. എന്ത് സംഭവിച്ചു? ഇപ്പോഴേ ഒരുത്തിക്ക് കൊടുത്തിട്ട് ഞാൻ വന്നതേ ഉള്ളൂ. ആർക്ക്? റിങ്കിക്ക്. അവളെന്ത് ചെയ്തു? അവളെ കുറച്ച് കാലമായിട്ട് ഭയങ്കര ഒരു നെഗളിപ്പ് അവക്ക്. അതേപോലെ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കത്തില്ല, ഭയങ്കര മടി. കൊടുക്കേണ്ട രീതിയിൽ രണ്ട് കൊടുത്തിട്ടാണ് വന്നേക്കണേ നൈസായിട്ട്. അടിച്ചൊന്നുമില്ല, രണ്ട് വരട്ടി. അപ്പൊ അവള് നല്ല പാട്ടിന് വന്നു. അപ്പൊ പണി എടുത്തോണ്ടിരിക്കണം. നമ്മളെടുത്താ കാടി പാവം നിക്കും തോറും നമ്മുടെ തലയിൽ കയറി ഇന്ന് ഡാൻസ് കളിക്കല്. നല്ല രണ്ട് ദേഷ്യത്തിൽ പറഞ്ഞപ്പോഴേ ദേഷ്യത്തിൽ പറഞ്ഞപ്പോ നല്ല ദേഷ്യത്തിലാണ്. കൈയടിക്കടി. ചായരല്ലേ വന്നേ? എന്തിനാ മണി പിള്ളേരെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ഓടേ അല്ല, ഈ ട്രിക്കൊക്കെ നീ എവിടുന്ന് പഠിച്ചു? ട്രിക്കൊക്കെ ഞാനേ എന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാ. മനുഷ്യനായാലേ മിനിമം ഒരാളെങ്കിലും പേടി വേണം, എന്നാലേ നന്നാവും. നിനക്ക് ആരെങ്കിലും പേടിയുണ്ടോ? എനിക്ക് പേടിയൊക്കെ ഉണ്ട്. ആരെ? എനിക്ക് നിങ്ങളെ തന്നെ. എനിക്ക് നിങ്ങളെ ഭയങ്കര പേടിയാണ്. എന്നെ പുറത്ത് കാണിക്കാറില്ലെന്നേ ഉള്ളൂ. എന്നെ പേടിയാ? കൊള്ളാം. രവിയേട്ടൻ എന്നെയും പേടിയില്ലേ? ഞാൻ നിന്നെ പേടിക്കുന്നു. പേടിയില്ലേ? ഇല്ല. ഞാൻ എന്തെങ്കിലും മുഖം വെറുപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ പുറകെ ഇങ്ങനെ നടക്കണ കാണാനല്ലോ പേടിച്ചോണ്ട്. അത് പേടിയുണ്ടൊന്നുമല്ല, അത് ഞങ്ങള് പേടിയുള്ള പോലെ ഒന്ന് ആക്ട് ചെയ്യണേ. പേടിയുള്ളത് പോലെ ആക്ട് ചെയ്യണത് അപ്പൊ അഭിനയിക്കായിരുന്നല്ലേ ഇത്രയും കാലം? അതേ മണി, അതെന്തെന്നറിയുമോ, ഈ ഭാര്യമാരെ പേടിയുണ്ടെന്നൊന്ന് കാണിക്കുകയാണെങ്കിൽ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാനെന്നല്ല, എല്ലാ ഭർത്താക്കന്മാരും അല്പം BP ഉള്ള പോലെ കാണിക്കും. BP എന്ന് പറഞ്ഞാൽ ഭാര്യയെ പേടി, മനസ്സിലല്ലേ? അങ്ങനെ ചെയ്യുമ്പോ നിങ്ങളൊന്ന് കണ്ണുരുട്ടുകയോ അല്ലെങ്കിൽ ഒച്ചയെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു BP ഉള്ള പോലെ കാണിക്കുമ്പോ നിങ്ങൾക്കൊരു സന്തോഷമില്ലേ? ആ സന്തോഷം സമാധാനമായിട്ടുള്ള ഒരു കുടുംബ ജീവിതത്തിന് നല്ലതാണ്. എങ്ങനെ? അങ്ങനെ തന്നെ. വന്നല്ലോ. ഇവളടുത്ത് ഒരു നമ്പറും നടക്കൂല. നമ്മളെ രണ്ടെണ്ണത്തിന്റെ വിറ്റ കാശ് ഇവളെ കയ്യിലിട്ടു. അല്ല, അത് ശരിയാണ്. പുള്ളിന്നറ വീട്ടിലെ കുറെ സംഭവങ്ങൾ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനിടയിൽ എന്റെ വീട്ടുകാരെ പറയണെന്തിന്? അത് തന്നെ. എന്തോടെ ഒരു കള്ളലക്ഷണം? എന്തോടെ ഒപ്പിച്ചത്? ഇങ്ങോട്ട് നോക്ക്. എന്തോടെ കള്ളലക്ഷണം? എനിക്ക് വയ്യ. വയ്യേ? എനിക്ക് കുറെ പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന എനിക്ക് പഠിക്കാൻ പറ്റൂല. ഞാൻ അകത്തോറി പോവാന്ന് വിചാരിച്ചു. എന്താണ് കൈ വെച്ചങ്ങനെ? എന്തുവാടി? അല്ല മേക്കപ്പ് മരി തേച്ചാ? അല്ല. എന്തിനാ കൈ ഇവിടെ വെച്ചേക്കണേ? പല്ലുവേനയാ? പല്ലുവേന. എന്ത് പല്ലുവേന? എപ്പോ തുടങ്ങി? എനിക്ക് ഇന്നലെ രാത്രി തൊട്ട് ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ഇന്നായപ്പോ കൂടി. നോക്കട്ടെ. ആശുപത്രി പോവാം. അയ്യോ, ഇതെന്തോന്ന് വലിയ വേദന? ഇവിടെയൊക്കെ നീരടിച്ചത്, ഇവിടെ കവളൊക്കെ ചോന്നിരിക്കണ്. ഓ, അങ്ങനത്തെ വേറെ പല്ലുവേന. സാധാരണ പല്ല് എനിക്ക് ഇങ്ങനെയൊന്നും വരൂല. ആശുപത്രിയിലൊന്നും പോകല, എനിക്കൊന്ന് കടന്നാ മതി. കിടന്നാ മാറുന്നില്ല ഇത്. മാറും. ഇതെന്തോ വേറെന്തോ പ്രശ്നമാണ് കാര്യമായിട്ട് പല്ല്? വേറെ എന്തായാലും ആയിരിക്കും. ഒരു കാര്യം ചെയ്യ്, കുറച്ച് ഉപ്പ് വെള്ളം കൊള്ളു, ചൂടുവെള്ളം. നോക്കട്ടെ എന്തോന്നാണ്. തൊടാൻ പറ്റൂല. വേദന കൂടുകയാണെങ്കിൽ ആശുപത്രി പോണം. ഇപ്പൊ ഇങ്ങനെ അയ്യോ, പല്ല് വേദന ആണെങ്കിലും ചവച്ചോണ്ടിരിക്കാൻ ഒരു മടിയില്ലല്ലേ? ജീവൻ നിലനിർത്തണ്ട അമ്മ. പിന്നെ ഒരു മയത്തിലൊക്കെ തിന്നും, എനിക്ക് വേദന കൂടും.
ചെറിയ ചൂടുണ്ട്, ബഹളം വെക്കല്. ചെറിയ ചൂടേ ഉള്ളൂ, സഹിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. എന്തോ പതുക്കെ എന്തോ കൊല്ലുമ്പോ ഇപ്പൊ ചൂട് കൂടി എനിക്ക്. ഇങ്ങോട്ട് പോണെ. കുറച്ചുകൂടി ചൂടായിട്ട്. മണി അതെ, കൊച്ചുനാളിലൊക്കെ എനിക്ക് ഇഷ്ടം പോലെ പല്ലുവേദനയുണ്ട്. പക്ഷെ ഇതുപോലെ ഇങ്ങനെ ചുമന്ന് തടിച്ചൊന്നും വന്നിട്ടില്ല. എനിക്ക് ഇതുപോലെ വന്നിട്ടില്ല. അത് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ടുള്ളെന്ന് വെച്ചാൽ ഇതുപോലത്തെ പല്ലുവേദന ഇല്ലെന്നാണ് അർത്ഥം. ഇപ്പൊ തന്നെ കോവിഡിന് കുറെ വകഭേദങ്ങളില്ലേ, അതുപോലെ ഇതും അങ്ങനെയാണെന്ന് വിചാരിക്കാറ്. ബെസ്റ്റ്. വായിലെ നാക്കിന് മാത്രം ഒരു കുറവുമില്ല. ഇതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ നിന്നെ പണ്ടേ ആരെങ്കിലും തല്ലിക്കൊന്നാനെ. എന്ത് പറ്റി? എന്ത് ചൂടൊക്കെ പിടിക്കണേ? പറഞ്ഞു വിടമ്മ. അവക്ക് പല്ലുവേദന. പല്ലുവേദനയാ? ഇതിപ്പോ ഒന്ന് ഇന്നലെ രാത്രി തൊട്ട്. നോക്കട്ടെ. അത് മാറ്റാൻ പറ്റൂല. നോക്കട്ടെ. എടി എല്ലാരും കൂടെ വന്ന് നോക്കാൻ എന്തത് കാറ്റ പെങ്ങളാവോ? പല്ലുവേദന തന്നെ. എനിക്ക് ഇങ്ങനെ വയ്ക്കുമ്പോ നല്ല സുഖമുണ്ട്, കൈ മാറ്റാൻ പറ്റൂല. എങ്ങനെ ചെയ്യും? മണി ഞാൻ പറയട്ടെ, ഇപ്പൊ തന്നെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇന്നലെ തുടങ്ങിയതാണ്. നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം. ഇപ്പൊ തന്നെ നമുക്ക് നീരും വെച്ചിട്ടുണ്ട്. ഇന്നലെ തുടങ്ങിയ പല്ലുവേദനയാ? എന്നിട്ട് എന്റെ അടുത്ത് ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ. ആരോടും പറഞ്ഞില്ല, അവൾ ഇപ്പോഴാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു തുമ്മൽ വന്ന നാട്ടുകാർ മൊത്തം അറിയണതാണ് നിലവിളിച്ചോണ്ട്. അതാണ്. എവിടെയടി? വേണ്ട, കാണിച്ചോട്ടെ. തൊടാൻ പറ്റില്ല. ഞാൻ ചെയ്യട്ടെ, ചൂട് പിടിക്കട്ടെ. ചൂട് പിന്നെ പിടിക്കാം. ഞാൻ പോണാണ് നല്ലത്. മാറും, കിടന്ന മാറും. എടി ഉപ്പുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വായിൽ കൊള്ളണേ. നല്ല വേദനയുണ്ട്. ഒരു വല്ലാത്ത പല്ലുവേദനയായി പോയിട്ടാ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.